ഹായ് ഹലോ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ. അപ്പോൾ പെരുന്നാൾ വ്ളോഗൊക്കെ ആയിട്ട് ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്. ഞാൻ തലേന്ന് കേട്ടോ എടുത്തിട്ടുള്ളത്, രാത്രി മുതലാണ് എടുത്തിട്ടുള്ളത്. ലുല്ലും റിച്ചും കൂടി ഇവിടെ ഭയങ്കര പടക്കം പൊട്ടിച്ച് കളിക്കുക കേട്ടോ, തോക്കൊക്കെ വെച്ചിട്ട്. പിന്നെ ഞങ്ങൾ പായസത്തിനുള്ള തേങ്ങാപ്പാലൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ. ഒന്നത് ഫ്രീസർക്ക് വെച്ചാൽ രാവിലെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ പൂമോള് ഞാൻ തേങ്ങ ചിരവി കൊടുത്തിട്ട് പൂമോൾ അത് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ ആയിട്ട് അങ്ങനെ റെഡിയാക്കി കണ്ട് ഫ്രീസർക്ക് വെച്ചാൽ രാവിലെ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഉമ്മ ഇവിടെ ഉള്ളിയൊക്കെ തൊലിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ പരിപാടിയൊക്കെ തലേന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കുറച്ച് എളുപ്പമൊക്കെ ആയല്ലോ. അങ്ങനെ നേരൊക്കെ വെളുത്തു കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ തലേന്ന് ഉണ്ടാക്കി വെച്ച പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചായയും കടിയും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. നേരെ പെരുന്നാളിൻ്റെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയാൽ മതി. തലേന്ന് നോമ്പായതുകൊണ്ട് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ചു. പിന്നെ ബീഫ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും രാത്രി തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ കുക്കറിൽ വേവിച്ച് വെച്ചാൽ. ഇനി ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടി ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ബിരിയാണി വെക്കുന്നത്. കാരണം കുട്ടികൾക്ക് അത് ഒന്നും കൂടി ഒരു സോഫ്റ്റായിട്ട് എനിക്ക് അങ്ങനെയായിട്ട് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് വെക്കുന്നത്. കുക്കറിലാണ് മസാല റെഡിയാക്കുന്നത് കേട്ടോ. പിന്നെ എളുപ്പമുണ്ട്. പിന്നെ കുഞ്ഞോൾ ഇവിടെ ഉണങ്ങലരി പായസമായിട്ട് വെക്കണത്. അരിയത്തെ നെല്ലില്ലേ അതൊക്കെ ഒന്ന് എടുത്ത് കളിയാണ്. അപ്പം അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലിയിൽ ഇങ്ങനെ കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ആണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ പരിപാടി. മൂന്നാളും കൂടി ആണെങ്കിൽ. പിന്നെ ഇതിലേക്ക് ശർക്കര ഒന്ന് ഉരുക്കിയതാണ്. അങ്ങനെ ബിരിയാണീൻ്റെ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനുണ്ട് ബിരിയാണി പരിപാടി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഏറ്റെടുത്തൊക്കെയാണ്. ഇങ്ങനെ ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ കുക്കറിൽ റെഡിയാക്കിയിട്ട് ഇങ്ങനെ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഉമ്മ അടുപ്പത്ത് അരി വേവിച്ചിരുന്നു കേട്ടോ. പായസത്തിനുള്ള അരി. എൻ്റെ കല്യാണം കഴിഞ്ഞ മുതൽ ഉമ്മ ഉണ്ടാക്കണ പായസം ഇട്ടത്. ഞങ്ങൾ വല്ലാതെ ഇതിമക്ക് പോകലില്ല കേട്ടോ. ഉമ്മ അരി വേവിച്ച് തരും. പിന്നെ ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്യും കേട്ടോ. എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഈ പായസത്തിനോട്. അരിപ്പായസം എന്നൊക്കെ പറയും കേട്ടോ. ചെറുപ്പയർ പരിപ്പൊക്കെ ആണെങ്കിൽ പിന്നെയും ഓക്കെ കേട്ടോ. ഇതിനോട് അത്ര വലിയ താല്പര്യമില്ല. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് തേങ്ങാപ്പാലും ഒക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ പൂമോള് തേങ്ങാപ്പാൽ ഇതൊക്കെ പറഞ്ഞു ഓള് റെഡിയാക്കുന്നു. പിന്നെ ലാസ്റ്റ് ഓളിനോട് മിൽക്ക് മേഡ് ഒഴിച്ചെടുക്കാൻ പറഞ്ഞപ്പം അതൊക്കെ ഒഴിച്ച് കണ്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ഇതിക്ക് എന്താ ചേർത്തിട്ടുള്ളത്, ചുക്കും മറ്റേ സാധനമില്ലേ ഏലക്കായും ജീരകമൊക്കെ പൊടിച്ചതാട്ടോ. അത് ഉമ്മ പൊടിച്ച് കണ്ട് അവിടെ വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ലാസ്റ്റ് ചേർത്തെടുത്തതാണ്. ഒന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാണ്ട് നെയ്യിൽ. പിന്നെ ഞാൻ ഇവിടെ ബിരിയാണി ദമ്മിടുക കേട്ടോ. ഞാൻ അടിയിൽ കുറച്ച് ചോറിട്ടിട്ട് പിന്നെ നടുവിൽ മസാല ചേർക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മിക്സ് ആക്കുമ്പോൾ എല്ലായിടത്തേക്കും എളുപ്പമുണ്ട് കേട്ടോ പരിപാടി. അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മിട്ടിട്ടുണ്ട്. ഈ പായസത്തിൻ്റെ ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്ത് കണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ പായസം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ സച്ചു പള്ളിയിൽ പോകാൻ വേണ്ടി മാറ്റി ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓൻ സലാമൊക്കെ തരികയാണ്. സലാം പറഞ്ഞ കണ്ട് ഓനും എൻ്റെ ഉപ്പച്ചിയും കൂടി പള്ളിക്ക് പോകട്ടോ. ഈ പെരുന്നാൾക്ക് ഞങ്ങൾക്ക് കാക്കൂനി പിന്നെ കാക്കൂൻ്റെ ചെറിയ അനിയുണ്ട്. ഓല് രണ്ടാളും സൗദിയിലായതുകൊണ്ട് ഓല ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓല് മാത്രമല്ല നാട്ടിൽ. പിന്നെ ലാസ്റ്റ് ചിക്കൻ പൊരിച്ച് കണ്ട് ഒന്ന് ഉള്ളിയൊക്കെ റോസ്റ്റ് ചെയ്ത് കണ്ട് ഉണ്ടാക്കേണ്ടിയിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, സോസൊക്കെ ഒഴിച്ച് കണ്ട്. അപ്പം അങ്ങനെ ഇട്ട് ഉണ്ടാക്കുക. പൊരിച്ചാലും ഓൽക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി മല്ലിയിലൊക്കെ ചേർത്ത് ഉണക്കമുളകും ചേർക്കും കേട്ടോ. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച്. പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കാക്കുവിൻ്റെ വീട്ടിലത്തെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഉമ്മയും അനിയന്മാരൊക്കെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പെരുന്നാൾ വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ഡ്രസ്സിട്ട വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. തിരക്കും കാര്യമൊക്കെ ആയിട്ട്. ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോസായിട്ട് വരാം.